ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. മളിയൂർ ഗണപതി ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് നടക്കുന്ന ഈ ഭാഗവതാമൃത സത്രത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് പരമ ഭാഗ്യമായി കരുതുന്നു. ആ ഭാഗവതാമൃതം പകരുവാനും നുകരുവാനും ഒക്കെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാമേകദം തമുപാസ്മഹേ. ഭക്തിജ്ഞാനവിരാഗാദേഹ വക്താരം ഹര്യുപാസകം നതോസ്മീശ്വരം നിത്യം വർദ്ധിതോസ്മ്യസ്യ ശിക്ഷയാ. സദാ സദ്ധർമ്മനിഷ്ഠം തം വേദവേദാന്തതത്പരം പിതാമഹമഹം വന്ദേ യസ്മാത് ഭാഗവതം ധൃതം. ഹരിപുരത്തപ്പാശരണം. ശ്രീപൂർണാനന്ദരൂപം ശ്രിതജനവരദം വേദസാരാഭിഗമ്യം ശ്രേയോ മാർഗം വിരിഞ്ചാദ്യഭിനുതചരണം ലോകസന്ത്രാണദീക്ഷം. വിഷ്ണും ഹസ്തേർവഹന്തം ധരസരസിജ കൗമോദകീ ചക്രശസ്ത്രാൻ വന്ദേഹം ശൈലപാർശ്വസ്ഥലഹരിപുരകം ശ്രീധരാകാന്തമാദ്യം. ശ്രീ ഗുരുവായൂരപ്പാശരണം. മള്ളിയൂർ മഹാഗണപതി ശരണം. സംസാരധ്വനിതാപഭാനുകിരണ പ്രോദ്ഭൂതദാഹവ്യഥാഖിന്നാനാം ജലകാംക്ഷയാമരിഭവിഭ്രാന്ത്യാ പരിഭ്രാമ്യതാം. അത്യാസന്നസുധാംബുധിം സുഖകരം ബ്രഹ്മാദ്വയം ദർശയന്ത്യേഷാ ശങ്കരഭാരതീ വിജയത്തെ നിർവാണസന്ധായിനി. യേഷാ ശങ്കരഭാരതീ വിജയത്തെ നിർവാണസന്ധായിനി. മള്ളിയൂർ ശങ്കരഭാരതീ വിജയത്തെ നിർവാണസന്ധായിനി. സംസാരമാകുന്ന പെരുവഴിയിൽ നാനാവിധ സന്താപരൂപമായ ചണ്ഡകിരണൻ്റെ കതിരുകളേറ്റ് എരിഞ്ഞു പൊരിഞ്ഞു വലഞ്ഞ് വഴിതെറ്റി മണൽക്കാട്ടിൽപ്പെട്ട് വെള്ളം തേടി കറങ്ങിത്തിരിയുന്ന പാണ്ഡ്യന്മാർക്ക് കുളിർമയേകുന്നതും ആനന്ദസന്ദായകവും മോക്ഷദായകവുമായ അദ്വൈബ്രഹ്മമെന്ന സമീപസ്ഥിതമായ അമൃതപയോധിയെ കാണിച്ചു കൊടുത്ത ആ ശങ്കരഭാരതി സർവോത്കർഷേണ വർത്തിക്കുന്നു. നിരവധി ജനങ്ങളെ തൻ്റെ വാഗർത്ഥ ഗൗരവമായ പ്രഭാഷണത്തിലൂടെയും ഭക്തിരസം തുളുമ്പുന്ന പാരായണത്തിലൂടെയും ഭഗവാനിലേക്ക് അടുപ്പിച്ച ഭാഗവത പരമഹംസമായ ആ ഭഗവന്മയൻ്റെ പദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് മത്സ്യാവതാര ചരിത്രത്തിലേക്ക് കടക്കാം. നൈമിഷാരണ്യ പുണ്യഭൂമിയിൽ സകലരെയും അനുഗ്രഹിച്ചുകൊണ്ട് വർത്തിക്കുന്നതായിട്ടുള്ള പുരാണാചാര്യൻ സൂതൻ ഈ കലിയുടെ ഘോരഭയങ്കരങ്ങളായിട്ടുള്ള അവസ്ഥകളൊക്കെ തരണം ചെയ്യുവാൻ തക്കവണ്ണമുള്ള ആ പുണ്യപുരാണത്തെ പകർന്നു കൊടുക്കുന്നു.
പാണ്ഡവരുടെ കഥയോടുകൂടി ആരംഭിക്കുന്നതായിട്ടുള്ള ആ ഭാഗവതത്തിലെ ഓരോ രംഗങ്ങൾ, പിന്നീട് പാണ്ഡവപൗത്രനായിട്ടുള്ള ആ പരീക്ഷത്തിനെ മുനികുമാരൻ്റെ ശാപം ഏറ്റുവാങ്ങേണ്ടി വന്നതും, അദ്ദേഹം പരിപാവനമായിട്ടുള്ള ഗംഗാതീരത്തേക്ക് എത്തിച്ചേരുന്നതും, അദ്ദേഹത്തെ അനുഗ്രഹിച്ചുകൊണ്ട് സകല ആചാര്യന്മാർക്കും ആചാര്യനായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷി അവിടെ എത്തിച്ചേരുന്നതായിട്ട് രംഗങ്ങളൊക്കെ കണ്ടു. പരീക്ഷിത് തമ്പുരാൻ്റെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരമെന്നോണം ഭഗവാന്റെ നിരതിശയമായിട്ടുള്ള ഒരുപാട് മഹാത്മ്യകഥകൾ വർണ്ണിച്ചു. പിന്നീട് അഷ്ടമസ്കന്ധത്തിൽ ഭഗവാന്റെ അവതാര ലീലകൾ ഒരുപാട് വർണ്ണിച്ചു. സദ്ധർമ്മ നിരൂപണം എന്നുകൂടി ഭാഗവത വ്യാഖ്യാതാക്കൾ അഷ്ടമസ്കന്ധത്തെ പറയാറുണ്ട്. നിരവധി സദ്ധർമ്മങ്ങൾ സ്വയം അനുഷ്ഠിക്കുകയും ലോകത്തിൽ ധർമ്മം പുലരണമെന്ന ഉദ്ദേശത്തോടു കൂടി സകല ലോകർക്ക് വേണ്ടി അത് ഉപദേശിക്കുകയും ചെയ്തതായിട്ടുള്ള മനുക്കളുടെ ചരിതം, അതാണ് മന്വന്തരം. അങ്ങനെ ആ മന്വന്തരം എന്ന ആ പുരാണ ലക്ഷണത്തെ പ്രകാശിപ്പിക്കുന്ന അഷ്ടമസ്കന്ധത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് പരീക്ഷിത് തമ്പുരാൻ്റെ ചോദ്യം. ഭഗവൻ ശ്രോതുമിച്ഛാമി ഹരേരദ്ഭുതകർമ്മണ അവതാരകഥാമാദ്യാം മായാമത്സ്യവിഡംബനം. മത്സ്യാവതാര കഥ കേൾക്കുവാനുള്ള തൻ്റെ തീവ്രമായിട്ടുള്ള ആഗ്രഹം പരീക്ഷിത് തമ്പുരാൻ ശ്രീശുക ബ്രഹ്മർഷിയോട് പങ്കുവെക്കുന്നതായ ആ രംഗം, പരീക്ഷത്തിൻ്റെ പ്രാർത്ഥനകളൊക്കെ കേട്ട് ഇത്യുക്തോ വിഷ്ണുരാധേന ഭഗവാൻ ബാദരായണി ഉവാച ചരിതം വിഷ്ണോഹോ മത്സ്യരൂപേണ യത്കൃതം. ഇങ്ങനെ പ്രാർത്ഥിക്കപ്പെട്ടതായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷി ഇവിടെ പറയുകയാണ്, സുതൻ ഭഗവാൻ ബാദരായണി എന്നാണ് ഇവിടെ പറഞ്ഞത്. ബാദരായണി എന്ന് വെച്ചാൽ ആരാ? ബാദരായണൻ്റെ മകൻ അല്ലേ? ബാദരായണൻ എന്ന് വെച്ചാൽ ആരാ? ബാദരായണിയുടെ അച്ഛൻ. ഇതെന്താ അച്ഛനും മകനും പറഞ്ഞ് കളിക്കുകയാണോ? അന്യത്ര ദശഭിർവരുഷേഹി യത് പുണ്യമുപലഭ്യതേ മനുജൈഹി ഏകരാത്രസ്യ വാസാത് ബദരികാശ്രമേ. അങ്ങനെ പറയാം. ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ തീവ്രമായ ഭക്തിയോടുകൂടി ഒരുപാട് കാലം നിരന്തരം തപസ്സനുഷ്ഠിച്ചാൽ കിട്ടുന്ന ഫലമാണ് ഒരു ദിവസം ആ ബദരികാശ്രമത്തിൽ തപസ്സനുഷ്ഠിച്ചാൽ. അത്രയ്ക്ക് വിശേഷമാണ് ആ സ്ഥലം എന്നാ. അങ്ങനെയുള്ള ബദരികാശ്രമത്തിൽ നിരവധി കാലം അല്ലേ തപസ്സനുഷ്ഠിച്ച മഹാനുഭാവനാണ് ആര്? വ്യാസഭഗവാൻ. ആ വ്യാസഭഗവാന്റെ പുത്രനാണ് ആര്? ബാദരായണൻ്റെ പുത്രനാണ് ബാദരായണി അല്ലേ? ഭാഗവത വ്യാഖ്യാതാക്കൾ പറയുക, തേനോക്തത്വാത് യഥാ സാധനസാധ്യത്വം പ്രൗഢാനുരാഗത്വം ച അഭിപ്രേതം തഥാ ഭക്തിയവ ഏതത് ശ്രോതവ്യം ഇത് ഭാവ. അങ്ങനെയാണ്. ആ ബാദരായണി എന്ന മഹാനുഭാവൻ പറഞ്ഞതുകൊണ്ട് തന്നെ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യം വരുന്നു എന്നാണ്. ഏതെങ്കിലും ഒരു നിസ്സാരക്കാരനായ ആളല്ല ഇവിടെ പരീക്ഷിത് തമ്പുരാനെ വിഷ്ണുപദത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ട് ആ ഭഗവതാമൃതം പകരുന്നത്. ബാദരായണിയാണ്. അതുകൊണ്ടാണ് അതിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം എന്നാ. ഗോവിന്ദ ലീലാരസ തത്വജ്ഞ ശിരോമണിയാണ് അദ്ദേഹം. ഭഗവാനെക്കുറിച്ച് വർണ്ണിക്കുവാൻ ഇതിൽ പരം യോഗ്യനായ മറ്റൊരാളില്ല എന്നാണ്. അത്രയ്ക്ക് കേമനായിട്ടുള്ള ആ ബാദരായണി പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുകയാണ്. ആസീദീതകൽപ്പാന്തേ ബ്രാഹ്മേണ ഇമിത്യുഗോലയാ സമുദ്രോപപ്ലുതാസ്തത്ര ലോകാ ഭൂരാദയോ നൃപ കാലേനാഗതനിദ്രസ്യ ധാതുശിശേഷോർബലി മുഖതോ നിസ്തൃതാൻ വേദാൻ ഹഗ്രീവോന്തികേഹരത്.
കഴിഞ്ഞ കൽപ്പത്തിൻ്റെ അവസാന ഘട്ടത്തിലുണ്ടായ ആ നൈമിത്തിക പ്രളയം, തൻ്റെ പകലവസാനിച്ച് രാത്രി ആരംഭിച്ചതായിട്ടുള്ള ആ ഘട്ടത്തിൽ ഉറങ്ങുവാൻ ആരംഭിച്ചതായിട്ടുള്ള ആ ബ്രഹ്മദേവൻ്റെ തിരുമുഖത്തു നിന്ന് പുറത്തു കടന്നതായിട്ടുള്ള ആ വേദദേവതകളെ ഹയഗ്രീവൻ എന്ന ഒരു അസുരൻ അപഹരിച്ചു. അങ്ങനെ നഷ്ടപ്പെട്ട ആ വേദത്തെ വീണ്ടെടുക്കുവാനായി ഭഗവാൻ ഏതു രൂപത്തിൽ വന്നു? മത്സ്യരൂപത്തിൽ വന്നു എന്നാണ്. മത്സ്യരൂപമാർന്ന് അവതരിച്ചു ഭഗവാൻ. അങ്ങനെയാണ് ആ ചരിത്രം ആരംഭിക്കുന്നത്. ബ്രഹ്മദേവൻ്റെ തിരുമുഖത്തു നിന്ന് വേദങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ്. നാഭിഹൃദാദിഹ സതോംബസി യസ്യ പുംസോ വിജ്ഞാനശക്തിരഹമാസമനന്തശക്തേഹേ രൂപം വിചിത്രമിതമസ്യ വിവൃണ്ണതോ മേ മാ രീരിരിഷ്ട നിഗമസ്യ ഗിരാം വിസർഗ എന്നു പ്രാർത്ഥിച്ച ആ ബ്രഹ്മദേവൻ്റെ തിരുമുഖത്ത് നിന്നാണ് വേദം നഷ്ടപ്പെടുന്നത്. എന്താ അദ്ദേഹം പ്രാർത്ഥിച്ചത് ഭഗവാനോട്? ഭഗവാനെ, അങ്ങയുടെ വിചിത്രമായിട്ടുള്ള ദിവ്യരൂപങ്ങളെ പ്രകാശിപ്പിക്കുന്ന ആ വ്യാപാരത്തിലാണ് ഞാൻ നിരന്തരം അങ്ങയുടെ അനുഗ്രഹം ഹേതുവായിട്ട് ഏർപ്പെട്ടിരിക്കുന്നത്. അങ്ങയുടെ അജ്ഞാനവർത്തിയായിട്ടുള്ള എനിക്ക് സർവ അറിവിൻ്റെയും വിളനിലമായിട്ടുള്ള ആ വേദം വിസ്മരിക്കുവാൻ ഇടവരരുതേ എന്നാണ്. വേദവിസ്മൃതി എനിക്ക് ഉണ്ടാകരുതേ എന്നാണ് ഇവിടെ പ്രാർത്ഥന. ആരാ പ്രാർത്ഥിക്കുന്നത്? കംസനോ? ബ്രഹ്മദേവനാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ? അങ്ങനെ പ്രാർത്ഥിച്ച ബ്രഹ്മദേവന് പോലും എന്താ ആ വേദം നഷ്ടപ്പെടുന്നതായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കാതെ നമ്മുടെ കാര്യം പിന്നെ പറയണോ? നമുക്ക് പിന്നെ വേദമില്ലല്ലോ അല്ലേ? എന്താണ് വാസ്തവത്തിൽ ഈ വേദം? വേദം എന്ന് വെച്ചാൽ വിമലമായിട്ടുള്ള അറിവാണ്. സർവേഷാമപി ശാസ്ത്രാണാം സാരഭൂതാഹ വേദാഹ എന്നാണ്. ജ്ഞാനനിധിയോ വേദാഹ എന്നാണ് അല്ലേ? ലോകത്തിൽ എന്തൊക്കെ ശാസ്ത്രങ്ങളുണ്ടോ ആ ശാസ്ത്രങ്ങൾക്കൊക്കെ അടിസ്ഥാനമായിട്ടാണ് വേദത്തെ നമ്മുടെ പൂർവസൂരികളായിട്ടുള്ള ആചാര്യന്മാർ വിസ്തരിച്ചിരിക്കുന്നത്. ജഗതി വിദ്യമാനാനാം സകല ധർമ്മഗ്രന്ഥാനാമപി ആകാരഭൂതാ ഹി വേദാഹ എന്നാണ്. എന്തൊക്കെ വിമലമായിട്ടുള്ള അറിവുകൾ ഈ ലോകത്തിലുണ്ടോ അതിൻ്റെ ഒക്കെ അടിസ്ഥാനമാണ് ഇത് വേദം എന്ന് വെച്ചാൽ. ആ വേദം നഷ്ടപ്പെടാൻ ഒരു കാരണവശാലും ഇടയാകരുത് എന്നാണ്. ലോകത്തിൽ ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട് അല്ലേ? ആ ശാസ്ത്രങ്ങളൊക്കെ വിധിപ്രകാരം അഭ്യസിക്കാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കില്ല. കാരണം പലതാണ്. പരിമിതമായ ഒരു കാലയളവിലേക്ക് മാത്രമാണ് നമുക്കിവിടെ ജീവിതം സാധ്യമായിരിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് ജഡമായും ചേതനമായും വർത്തിക്കുന്നതായിട്ടുള്ള ഈ ലോകത്തിൽ ഭഗവത് ചൈതന്യത്തെക്കുറിച്ച് വേർതിരിച്ച് പറഞ്ഞു തരുവാനാണ് ഗുരുനാഥന്മാരോട് അല്ലെ ഉത്തമന്മാരായ ശിഷ്യന്മാരുടെ ഒക്കെ പ്രാർത്ഥന അല്ലേ? ആ വിമലമായിട്ടുള്ള അറിവ്, എല്ലാ അറിവുകളുടെയും സാരഭൂതമായിട്ടുള്ള അറിവ് പകർന്നു തരണേ എന്നാണ് പ്രാർത്ഥന. അനേക ശാസ്ത്രം ബഹുവേദ ദിവ്യം സ്വൽപ്പശ്ചകാലോ ബഹവശ്ച വിഘ്നാഹ യത് സാരഭൂതം തദുപാസിതവ്യം ഹംസോ യഥാ ക്ഷീരമിവ അമ്പുമിശ്രാത് അല്ലേ? വെള്ളവും പാലും കലർത്തി വെച്ചാൽ അതിൽ നിന്ന് വെള്ളത്തെ മാത്രം സ്വീകരിക്കുവാനുള്ളൊരു കഴിവ് ആർക്കുണ്ട്? ഹംസത്തിനുണ്ട് അല്ലേ? എല്ലാവരും തലയാട്ടി. എന്താ സ്വീകരിക്കുക? പാല്. ആ പാലിനെ സ്വീകരിക്കുക. അതുപോലെ അറിഞ്ഞിടാനുണ്ടൊരുപാട് ശാസ്ത്രം. ഒരുപാട് ശാസ്ത്രം ഈ ലോകത്തിലുണ്ട്.
ഈ ശാസ്ത്രങ്ങൾക്കൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ആ വേദത്തെ ആയിരിക്കണം നമ്മൾ വാസ്തവത്തിൽ മുറുകെ പിടിക്കേണ്ടത്, അല്ലേ? അനിഷ്ടപരിഹാരത്തിനും ഇഷ്ടപ്രാപ്തിക്കും ഉതകുന്ന അപ്രത്യക്ഷങ്ങളായ ഒരുപാട് ഉപായങ്ങളെ നമുക്ക് പ്രത്യക്ഷമാക്കി തരുന്നതാണ് വേദം. നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്നതാണ് വേദം. അത് നമുക്ക് നഷ്ടപ്പെടാൻ ഒരു അവസരം വരേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടോ? നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ തിരുമേനി. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ശത്രുക്കളുണ്ട്, അല്ലേ? ഹയഗ്രീവൻ എന്നൊരു അസുരനാണ് ബ്രഹ്മദേവൻ്റെ തിരുമുഖത്ത് നിന്ന് ആ വേദങ്ങളെ തട്ടിയെടുത്തത്. പക്ഷേ നമുക്ക് ഹയഗ്രീവൻ വരേണ്ട കാര്യമൊന്നുമില്ല. കാമക്രോധശ്ച ലോഭശ്ച ദേഹേ തിഷ്ടന്തി തസ്കരാഹ ജ്ഞാനരത്നാപഹാരായ തസ്മാത് ജാഗ്രത അങ്ങനെ പറയാം. കാമക്രോധശ്ച ലോഭശ്ച, അല്ലേ? കാമം, ഒരുപാട് ആശകളാണ് നമുക്കുള്ളത്. ആശാപാശബദ്ധരാണ് നമ്മളൊക്കെ തന്നെ. പിന്നെ ക്രോധം, അല്ലേ? എപ്പോഴും നമുക്കുള്ളൊരു അവസ്ഥ എന്ന് വെച്ചാൽ അത് ക്രോധ, അല്ലേ? ആണോ? എല്ലാവരും സമ്മതിച്ചല്ലേ? കാമക്രോധശ്ച ലോഭശ്ച, ആഗ്രഹമല്ല, ലോഭം എന്ന് വെച്ചാൽ അത്യാഗ്രഹം. എത്ര കിട്ടിയാലും മതിവരാത്തതായിട്ടുള്ള അവസ്ഥ, അല്ലേ? അത് കലിയുടെ ഒരു അവസ്ഥയാണെന്നാണ്. 3-4 സ്ഥാനങ്ങൾ നൽകി അനുഗ്രഹിച്ചു പരീക്ഷിത്തമ്പുരാൻ കലിക്ക്, അല്ലേ? പുനശ്ച യാജമാനായ, ഇത് പോരല്ലോ തമ്പുരാനെ, അല്ലേ? എന്തെങ്കിലുമൊക്കെ തന്നൂടെ എന്ന് ചോദിച്ചു വീണ്ടും. അതാണ് കലിയുടെ അവസ്ഥ. എത്ര കിട്ടിയാലും മതി വരാത്തതായിട്ടുള്ള അവസ്ഥ, അല്ലേ? ഇതൊക്കെ നമ്മുടെ അകത്ത് തന്നെയുള്ള നമ്മുടെ ശത്രുക്കളാണെന്നാണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഒളിഞ്ഞിരിക്കുന്നതായ തസ്കരന്മാരാണെന്നാണ്. അവർ യഥാസമയം തലപൊക്കി നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരുപാട് അറിവുകളെ, ജ്ഞാനമാകുന്ന രത്നങ്ങളെ അപഹരിക്കുക. ആ സമയത്ത്, അല്ലേ, ഇങ്ങനെ നമ്മിൽ നിന്നും ആ അറിവ് നഷ്ടപ്പെടുന്നതായിട്ടുള്ള അവസരത്തിൽ എന്താ? നമ്മിലുള്ളതായ ആ ഹിതസംസ്കാരം നഷ്ടപ്പെടാൻ ഇടവരികയാണ്. ക്ഷണനേരം കൊണ്ടുണ്ടാകുന്ന ആ മാനസിക വിഭ്രാന്തിയിൽ നമ്മളൊക്കെ തന്നെ അവിവേകം മൂലം രാഗദ്വേഷാദികൾ പ്രകടിപ്പിക്കുകയും നമ്മുടെ അതുവരെയുണ്ടായ എല്ലാ ധർമ്മബോധത്തെയും നഷ്ടപ്പെടാൻ ഇടവരികയും ചെയ്യും എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഈ വേദത്തിൻ്റെ പ്രാധാന്യമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിത പന്ഥാവ് സുഗമമാക്കുവാൻ ഉള്ള ഏറ്റവും വലിയ ഉപകരണമാണിത്, ധർമ്മബോധം എന്നുള്ളത്, അല്ലേ? വേദധർമ്മത്തിൽ അടിയുറച്ച ജീവിതചര്യയായിരിക്കണം നമുക്കൊക്കെ ഉണ്ടാകേണ്ടതെന്നാണ്. ശ്രുതിസ്മൃതി ഉഭയനേത്രേ വിപ്രാണാം പരികീർത്തിതേ. അങ്ങനെയാണ്. ശ്രുതിയും സ്മൃതിയുമാണ് നമുക്ക് എന്താകേണ്ടത്? കാഴ്ചയായി തീരേണ്ടത്. ശ്രുതി എന്ന് വെച്ചാൽ എന്താ? അനിയത്തിയോ? വേദമാണ്, അല്ലേ? സ്മൃതി എന്ന് വെച്ചാൽ വേദ തത്വങ്ങൾ കാലദേശങ്ങൾക്കനുസൃതമായിട്ട് മുനീശ്വരന്മാർ പകർന്നു വന്നതായിട്ടുള്ള അറിവുകളാണ് സ്മൃതികൾ. ഇത് രണ്ടുമാണ് വാസ്തവത്തിൽ നമുക്ക് കാഴ്ചയായി തീരേണ്ടതാണ്. ഇത് നശിക്കാനിട വന്നാൽ ആത്യന്തികമായി അധപ്പതനത്തിലേക്കാണ് നമ്മൾ പോവുക എന്നുള്ളതാണ്. ഈ ഭാഗവതം തന്നെ വാസ്തവത്തിൽ എന്താണ്? വേദസാരമായിട്ടാണ്, അല്ലേ? ആ വേദത്തിലെ തത്വങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് അനുവാചക ഹൃദയങ്ങളിലേക്ക് എത്താൻ പ്രയാസമുണ്ടായപ്പോൾ വേദവ്യാസൻ തന്നെ
ആ വേദതത്വങ്ങളെ കുറച്ച് ലളിതമായി അല്ലേ ഒരുപാട് കഥാ തന്തുക്കളുടെ സഹായത്തോടു കൂടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചു എന്നാണ്. കടുകൗഷധവച്ഛാസ്ത്രം അവിദ്യാവ്യാധിനാശകം ആഹ്ലാദ്യ അമൃതവത് കാവ്യം. ഈ ആയുർവേദത്തിൽ ഒരുപാട് തരത്തിലുള്ള ഔഷധ പ്രയോഗങ്ങളുണ്ട് അല്ലേ. കഷായമുണ്ട്, രസായനമുണ്ട്, പിന്നെയോ അരിഷ്ടമുണ്ട്. ഏതാ ഇഷ്ടം? കഷായമാണോ? നന്നായി. ഏതാ ഇഷ്ടം? അരിഷ്ടമാണ് അല്ലേ, അല്ലെങ്കിൽ രസായനമാണ് അല്ലേ. ഇതറിയാം ആർക്ക്? വ്യാസനെന്നാണ്. അതുകൊണ്ടാണ് വേദമാകുന്ന കഷായത്തെ പുരാണമാകുന്ന അരിഷ്ടങ്ങളായിട്ട് നമുക്ക് തന്നത്. വേദത്തിലെ തത്വങ്ങൾ തന്നെയാണ്, വേദസാരം തന്നെയാണ് ഭാഗവതം എന്നുള്ളതാണ്. അപ്പോൾ ആ വേദത്തിൽ അടിയുറച്ച് അല്ലേ നമുക്ക് മുന്നേറുവാൻ വേണ്ടിയിട്ട് സാധിക്കണം. വേദതത്വങ്ങളിൽ അടിയുറച്ച് മുന്നേറുവാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. ഇവിടെ വാസ്തവത്തിൽ നഷ്ടപ്രായമാകുന്നത് ആ വേദമാണ്. മേൽപ്പത്തൂര് പറഞ്ഞു, വേദേഹി സർവാണി കർമാണി അഫലപരതയാ വർണ്ണിതാനീതി ബുദ്ധ്വാ താനി ത്വയ്യർപ്പിതാന്യേഭൈ സമനുചരൻ യാനി നൈഷ്കർമ്യമീശ മാ ഭൂദ്വേദൈർനിഷിദ്ധേ കുഹജിതഭിമന കർമ്മവാചാം പ്രവൃത്തി ദുർവർജ്യം ചേതവാപ്തം തദപി ഖലു ഭവത്യർപ്പയേ ചിത്പ്രകാശേ. ചെയ്യല്ലോതല്ല ചിന്തിച്ചിടരു നിഗമം വർജിടും അല്ലേ. വർജ്യമായി ചൊല്ലുവതൊന്നും ചെയ്താലർപ്പിച്ചിടാം ഞാൻ, അതുമുടനൈവൻ ചിത്പുമാനാം ഭവാനിൽ. ഭഗവാനെ, വേദമനുശാസിക്കുന്നതായിട്ടുള്ള ധർമ്മമാർഗത്തിൽ നിരന്തരം വ്യാപരിക്കുവാനുള്ള ഒരു പരമഭാഗ്യം അനുവദിച്ചു തരണേ. ഇനി ഏതെങ്കിലും കാരണവശാൽ അങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റൂല്ലേ. കാരണം എന്താ? നമ്മളൊക്കെ പ്രാരബ്ധ ശരീരികളാണ് അല്ലേ. പ്രാരബ്ധത്തിൻ്റെ തള്ളിച്ചുകൊണ്ട് ഭഗവാനെ ഗുണകർമ്മസംഗാ ഭഗവതം പറയും അല്ലേ. സത്വരജസ്തമോ ഗുണങ്ങളുടെ തള്ളിച്ചുകൊണ്ട് പലതരത്തിലുള്ള വ്യാപാരങ്ങളിൽ നമുക്കൊക്കെ ഏർപ്പെടേണ്ടി വരാറുണ്ട് അല്ലേ. നമ്മളൊക്കെ എന്തുകൊണ്ടാണ് ഇവിടെ ജനിച്ചത്? എന്തുകൊണ്ടാണ് ഇവിടെ ജനിച്ചത്? ജനിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട്. കാരണം നമ്മുടെ പൂർവകർമ്മം അല്ലേ, പൂർവകർമാർജിതമായ അല്ലേ ജന്മമാണ്. അതുകൊണ്ടാണ് പ്രാരബ്ധ ശരീരം എന്ന് പറയുന്നത്. ഭഗവാൻ സ്വേച്ഛാതനുവാണ് അല്ലേ. ഭഗവാന്റെ ഇഷ്ടത്തിന് ഭഗവാൻ ജനിക്കുന്നതാ, അല്ലെങ്കിൽ ജനിച്ചതുപോലെ അഭിനയിക്കുന്നതാ. നമ്മളങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ പ്രാരബ്ധ കർമ്മവശാൽ ഭഗവാനെ ഏതെങ്കിലും കാരണവശാൽ വേദനിഷിദ്ധമായിട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നാൽ പോലും ഭഗവാനെ അത് ഞാൻ അങ്ങയിൽ അർപ്പിച്ചുകൊണ്ട് അല്ലേ ചെയ്യാം ഭഗവാനെ എന്നുള്ളതാണ്. അതാണ് മേൽപ്പത്തൂര് പറയുന്നത് അല്ലേ. വേദത്തിൻ്റെ പ്രാധാന്യവും ഈശ്വരാർപ്പണ ബുദ്ധിയുടെ പ്രാധാന്യവുമാണ് മേൽപ്പത്തൂർ വിസ്തരിച്ചത്. ഇവിടെ ഭാഗവതത്തിൽ ബ്രഹ്മമുഖത്തു നിന്ന് നഷ്ടപ്പെട്ട വേദം മത്സ്യമൂർത്തിയായിട്ട് അവതരിച്ച് ഭഗവാൻ വീണ്ടെടുത്തു എന്നാണ്. മത്സ്യാവതാര ചരിത സമയത്ത് ഉള്ള മറ്റൊരു ചരിതം കൂടി ഇവിടെ വിസ്തരിക്കുന്നുണ്ട്. മത്സ്യമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ സാധിച്ച സത്യവ്രതൻ എന്ന ഒരു മഹാനുഭാവൻ, ആ മഹാനുഭാവനാണ് ഈ മഹാകൽപ്പത്തിൽ വിവസ്വാൻ്റെ പുത്രനായി സൂര്യനാരായണമൂർത്തിയുടെ പുത്രനായിട്ട് വൈവസ്വതൻ ആയിട്ട് ശ്രദ്ധദേവനായിട്ട് പറഞ്ഞത്. അദ്ദേഹത്തെ ഭഗവാൻ മനു എന്ന സ്ഥാനത്ത് എത്തിച്ചു എന്നാണ്. അദ്ദേഹത്തിന് തീവ്രമായിട്ടുള്ള ഭക്തി കണ്ട് ഭഗവാൻ അദ്ദേഹത്തെ മനു എന്ന സ്ഥാനത്ത് എത്തിച്ചു എന്നാണ്. മന്വന്തരം എന്ന് വെച്ചാൽ ഒരു മനുവിൻ്റെ കാലയളവ്, അതിൽ നിർബന്ധമായിട്ടുണ്ടാകേണ്ട 5-6 ഘടകങ്ങളൊക്കെയുണ്ട് അല്ലേ. മനു, മനുപുത്രന്മാർ, ദേവേന്ദ്രൻ, ദേവന്മാർ, അതുപോലെ സപ്തർഷികൾ, ഭഗവാന്റെ അംശാവതാരം മുതലായിട്ട് 5-6 ഘടകങ്ങൾ നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. ഏതായാലും മത്സ്യമൂർത്തിയുടെ ആ
അനുഗ്രഹമേറ്റ് വാങ്ങാൻ സാധിച്ചതായിട്ടുള്ള ആ സത്യവ്രതൻ മനുവായി തീർന്നു എന്നാണ്. ഏകദാ സത്യവ്രത നദ്യാം സ്നാനാനന്തരം സന്ധ്യാമുപാസതേ സ്മ. കൃതമാല നദിയിൽ അദ്ദേഹം സ്നാനമൊക്കെ കഴിഞ്ഞ് സന്ധ്യാവന്ദനം ചെയ്യുന്നതായിട്ടുള്ള രംഗം ഇവിടെ ഭാഗവതം പറയുന്നു. ഏകദാ കൃതമാലായാം കുർവതോ ജലതർപ്പണം തസ്യാഞ്ജല്യുദകേകാജിച്ഛപര്യേകാഭ്യപദ്യത സത്യവ്രതസ്യ ദ്രമിളാദിഭർത്തുർനദീജലേ തർപ്പയതസ്തദാനീം കാരാഞ്ജലോ സഞ്ജ്വലിതാകൃതിസ്ത്വമദൃശ്യഥാഃ കശ്ചന ബാലമീന. സത്യവ്രതൻ ദ്രാവിഡഭൂപനാറ്റിൽ തർപ്പിച്ചിടാൻ വെള്ളമെടുത്ത നേരം കൈക്കുമ്പിളിൽ കണ്ടിതു കാന്തിയേന്തും നിൻ ബാലമീനാകൃതി തുഷ്ടചിത്തൻ. അദ്ദേഹം സന്ധ്യാവന്ദനത്തിന് വേണ്ടിയിട്ട് ആ കൈക്കുമ്പിളിലേക്ക് ജലമെടുത്തതായിട്ടുള്ള ആ ഘട്ടത്തിലാണ് ഒരു ചെറിയ മത്സ്യം ആ വെള്ളത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തിച്ചേർന്നതാണ്. ആ ചെറിയ മത്സ്യത്തെ അദ്ദേഹം ആ ജലാശയത്തിൽ ഇട്ട് ആശ്രമത്തിലേക്ക് തിരിച്ചു പോരാൻ പുറപ്പെടുമ്പോൾ മത്സ്യം അദ്ദേഹത്തോട് പറഞ്ഞു എന്നാ, എന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോകരുതേ, എന്നെ കൂടി കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു സത്യവ്രതനോട്. സംസാരിക്കുന്ന ഒരു മത്സ്യത്തെ ആദ്യമായിട്ടാണ് സത്യവ്രതൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്തെന്നില്ലാത്ത കൗതുകം അദ്ദേഹം തൻ്റെ കമണ്ടുലുവിൽ ആ മത്സ്യത്തെ എടുത്ത് ആശ്രമത്തിലേക്ക് പോയി എന്നാണ്. സാധു തത്ര കമണ്ഡലോ ഏകരാത്രേണ അലബ്ധ ആത്മാവകാശം യഥാ തഥാ വർദ്ധമാനാം മഹീപതിം ഇദമാഹ നാഹം കവണ്ഡലാവസ്മിൻ കൃച്ഛ്രം വസ്തുമിഹോത്സഹേ കൽപ്പയോഗസ് വിപുലം യത്രാഹം നിവസേ സുഖം. സത്യവ്രത, ഈ ചെറിയ പാത്രത്തിൽ കഴിഞ്ഞുകൂടാൻ ഒരു സുഖമില്ല കേട്ടോ. അങ്ങക്ക് ഇവിടെയൊക്കെ അല്ലേ സൗകര്യം പോലെ നടക്കാം അല്ലേ, എനിക്കാണെങ്കിൽ ഇത്ര ചെറിയൊരു പാത്രമല്ലേ ഉള്ളൂ, ഇത് വയ്യ, എന്നെ മറ്റൊരു വലിയ പാത്രത്തിലേക്ക് ആക്കണേ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ് മത്സ്യം. അങ്ങനെ തൻ്റെ ആ ചെറിയ കമണ്ഡലുവിൽ നിന്ന് മറ്റൊരു വലിയ ഒരു പാത്രത്തിലേക്ക് ഈ സത്യവ്രതൻ ആ മത്സ്യത്തെ മാറ്റുന്നതായിട്ടുള്ള ആ രംഗം. അങ്ങനെ നിരവധി ദിവസങ്ങൾ അല്ലേ കഴിയുന്നതായിട്ടുള്ള ഘട്ടത്തിൽ അനുദിനം വളർന്നു വന്നതായിട്ടുള്ള ആ മത്സ്യത്തെ സത്യവ്രതൻ പല പല പാത്രങ്ങളിലേക്കും പിന്നീട് കിണറിലേക്കും പിന്നീട് കുളത്തിലേക്കും ഒക്കെ മാറ്റി പിന്നീട് ആ നദിയിലേക്ക് തന്നെ ജലാശയത്തിലേക്ക് തന്നെ അദ്ദേഹത്തെ ആ മത്സ്യത്തിനെ എത്തിക്കുന്നതായിട്ടുള്ള രംഗം. പിടഞ്ഞു നീ നീറ്റിലെറിഞ്ഞ നേരം കുടത്തിലാ യോഗിയണച്ചു ഗേഹം കുടം കവിഞ്ഞു കിണർവാപ്പിയും നീ തടാകവും സ്വൽപ്പദിനത്തിനുള്ളിൽ സ്വൽപ്പൈരഹോഭി കലശീം ചകൂപം അല്ലേ. അങ്ങനെ വർദ്ധിച്ചു വന്നതായിട്ടുള്ള ആ മത്സ്യത്തെ അദ്ദേഹം ജലാശയത്തിൽ കൊണ്ടുചെന്നാക്കിയതാണ്. അവിടെ അതിനെ നിക്ഷേപിച്ച് തിരിച്ചു പോരാൻ കാലത്ത് ആ മത്സ്യം വീണ്ടും സത്യവ്രതനോട് പറഞ്ഞു, സത്യവ്രത രാജൻ രക്ഷതു മാം ജലാശയസ്മിൻ അന്യജന്തവഃ മാം പീഡയന്തി അത്രയവ മാം മാത്യജ. എന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോകരുതേ, മറ്റ് പല ജലജന്തുക്കളും എന്നെ ഉപദ്രവിക്കാനിടയാകും എന്ന് വീണ്ടും പറയുകയാണ് അവിടെ ആ മത്സ്യം. ഇത് കേട്ടപ്പോൾ സത്യവ്രതന് എന്തെന്നില്ലാത്ത ഒരത്ഭുതം. സത്യവ്രതൻ പറഞ്ഞു, നൂനം ത്വം ഭഗവാൻ സാക്ഷാത് ഹരിർനാരായണോ വ്യയ അനുഗ്രഹായ ഭൂതാനാം ദത്സേ രൂപം ജലൗകസാം. അങ്ങ് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് അല്ലേ. അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചു എന്നാണ്. ആർക്കാ സാധിച്ചത്? ഭഗവാനെ തിരിച്ചറിയാൻ സത്യവ്രതന് സാധിച്ചു എന്നുള്ളതാണ് അല്ലേ. അതിന് തക്കവണ്ണമുള്ള ഒരു നന്മ, ഒരു മേന്മ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് സാധിക്കുമോ? നമുക്ക് നമ്മുടെ അല്ലേ ബന്ധുക്കളെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റി സാധിക്കുന്നില്ല. അതിനുകൂടി വേണം എന്ത്? ഒരു നന്മ എന്നുള്ളതാണ്. വിദ്വാനേവ വിജാനാദി വിദ്വജ്ജന പരിശ്രമം എന്നാണ് അല്ലേ.
ഒരാളുടെ മേന്മ അല്ലെങ്കിൽ നന്മ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? അങ്ങനെ ഒരു മേന്മ വേണം, അങ്ങനെ ഒരു നന്മ വേണം. മുമ്പ് അമ്പലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ട്. ചെമ്പകേശ്വരി രാജാവ് ദേവനാരായണൻ അല്ലേ, അദ്ദേഹത്തിൻ്റെ സമകാലികനായിരുന്നു പണ്ഡിതാഗ്രഗണ്യനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിൽ. കേട്ടിട്ടുണ്ടല്ലോ അദ്ദേഹത്തെ ഇല്ലേ? അപ്പോൾ രാജാവിന് തീവ്രമായ ആഗ്രഹം മേൽപ്പത്തൂരിനെ കാണണം അല്ലേ. അങ്ങനെ ആഗ്രഹമൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ട് കഴിയുന്നതായിട്ടുള്ള ആ കാലഘട്ടത്തിൽ ഒരു ദിവസം മേൽപ്പത്തൂർ ഈ അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ്. അവിടെ ആ സമയത്ത് ഭാരതപാരായണം, മഹാഭാരത പാരായണം, നിത്യപാരായണം വളരെ വിശേഷമായിരുന്നു. ഒരു ദിവസം ഈ മേൽപ്പത്തൂർ വന്ന ദിവസമാണ് ആ നിത്യപാരായണത്തിന് നിശ്ചയിക്കപ്പെട്ട മഹാനുഭാവൻ എന്തോ കാരണവശാൽ അദ്ദേഹത്തിന് എത്താൻ പറ്റിയില്ല. ആ സമയത്താണ് ദേവനാരായണ പ്രഭു ക്ഷേത്ര ദർശനത്തിന് വേണ്ടി എത്തിച്ചേരുന്നത്. ഈ മഹാഭാരത പാരായണം മുടങ്ങുമെന്നുള്ളൊരു ഘട്ടം അദ്ദേഹം അറിഞ്ഞു. ഈ ദേവനാരായണ പ്രഭു അവിടെ കൂടി നിന്ന ആൾക്കാരോടൊക്കെ ആയിട്ട് പറഞ്ഞു എന്നാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും ഈ വേദിയിലേക്ക് കയറിയിരുന്ന് ആ ഭാരതമൊന്ന് പാരായണം ചെയ്യാമോ അല്ലേ? എന്നാലത് മുടങ്ങില്ലല്ലോ, കൂടുതൽ പാണ്ഡിത്യമൊന്നും വേണ്ട, ഇത് മതി, കൂട്ടി വായിക്കാൻ അറിഞ്ഞാൽ മതി. അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അവിടെ എത്തിച്ചേർന്നതായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഒരാൾ വേദിയിലേക്ക് കയറി അല്ലേ. ആ ഗ്രന്ഥത്തിൽ അടയാളമൊക്കെ വെച്ചിട്ടുണ്ട്, തലേ ദിവസം വായിച്ചു വെച്ച അല്ലേ, എടുത്തു. ഭീഷ്മപർവ്വമാണ് അല്ലേ. അദ്ദേഹം പാരായണം ചെയ്യാൻ തുടങ്ങിയെന്ന തഥാ ഭീമഗദാത്രസ്ത ദുര്യോധനവരോധിനി ശിഖാഖാർവാടകസ്യൈവ കർണമൂലമുപാഗത എന്ന് അദ്ദേഹം ചൊല്ലി. ഇത് കേട്ടപ്പോൾ രാജാവ് ചോദിച്ചു, അല്ല ഇതേതാ പ്രകരണം? ഇതിനു മുമ്പ് ഒരു തവണ പോലും ഇതെൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലല്ലോ അല്ലേ എന്നാണ്. എന്താ പറഞ്ഞതിനർത്ഥം? യഥാ ഭീമഗദാസ്ത്രസ്ത തഥാ ഭീമഗദാത്രസ്ത ദുര്യോധന വിരോധിനി അല്ലേ. ഭീമസേനൻ്റെ അതിഭീകരമായിട്ടുള്ള ഗദാപ്രഹരത്തെ ഭയന്ന് ദുര്യോധനൻ്റെ സൈന്യം മുഴുവൻ കഷണ്ടിക്കാരൻ്റെ തലയിലെ ആ മുടിയെപ്പോലെ കർണമൂലമുപാകത അല്ലേ, ചെവിയുടെ സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു, കർണൻ്റെ സമീപത്തായി ചെന്നു നിന്നു എന്നാണ്. രാജാവിന് നല്ല അറിവുള്ള ആളാ, അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത്, ആ പ്രകരണം ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇതുവരെ, അങ്ങനെ ഒരു ശ്ലോകം അതിലുണ്ടോ എന്നാണ്. അപ്പോഴാണ് ഈ പാരായണം ചെയ്ത് കൊണ്ടിരുന്ന വ്യക്തി പറഞ്ഞത്, അങ്ങ് എന്താ പറഞ്ഞത്? കൂട്ടി വായിക്കാൻ അറിയാമെങ്കിൽ വായിച്ചോളൂ എന്നല്ല പറഞ്ഞു, ഞാൻ എൻ്റെ വക ചിലത് കൂട്ടി, അങ്ങനെയാണ് ഇത് വായിച്ചത് അല്ലേ. അപ്പോഴാണ് ദേവനാരായണ പ്രഭു മനസ്സിലായി, ഗുരുവായൂരപ്പൻ്റെ പ്രതിനിധിയായിട്ട് എത്തിയതായിട്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്ന പണ്ഡിതാഗ്രഗണനാണ് അദ്ദേഹം. ഇന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ്. ഒരു സംശയമില്ല, അദ്ദേഹം ആ മേൽപ്പത്തൂരിൻ്റെ പാദപല്ലവങ്ങളിൽ വീണ് നമസ്കരിക്കുന്നതായ രംഗം. അവിടെയും തൻ്റെ ആ പാണ്ഡിത്യത്തിന് ഉതകുന്ന വണ്ണം നിരവധി വ്യാകരണ സൂത്രങ്ങളിലൊക്കെ ഒളിപ്പിച്ച അദ്ദേഹത്തിൻ്റെ കേമായിട്ടുള്ള അനുഗ്രഹം, അവ്യഞ്ജനസ്താർഷകേതു യത്പദം ഘടയിഷ്യതി തത്തേ ഭവതു കൽപ്പാന്തം ദേവനാരായണ പ്രഭോ എന്ന അദ്ദേഹത്തിന് വിഖ്യാതമായിട്ടുള്ള അനുഗ്രഹം അദ്ദേഹം ചൊരിയുന്നതായ രംഗം വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ മഹിമ മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും സാധിച്ചു ആർക്ക്? ദേവനാരായണ പ്രഭുവിന് എന്നാണ്. ഒരിക്കൽ കാശി വിശ്വനാഥ ദർശനത്തിന് വേണ്ടിയിട്ട് വിശ്വമഹാകവി കാളിദാസൻ എത്തിച്ചേരുന്നതായിട്ടുള്ള ചരിതമുണ്ട്. അദ്ദേഹം ആ കാശിയിലെത്തി അവിടെ കേമായിട്ടൊരു വ്യാസപ്രതിമയുണ്ട്. ആ വ്യാസപ്രതിമയുടെ സമീപത്ത് ചെന്ന് ഇദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ്. എന്താ പ്രാർത്ഥിച്ചത്? ചകാരജഠരായ നമ പ്രാർത്ഥിച്ചു അല്ലേ. അപ്പോൾ ഉദരം നിറയെ ചകാരമുള്ളവനായിക്കൊണ്ട് നമസ്കാരം. അദ്ദേഹം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അല്ലേ ഒരു വൃക്ഷത്തണലിൽ ചെന്ന് ഇരിക്കുന്നതായിട്ടുള്ള ഘട്ടത്തിൽ ഒരു വൃദ്ധനായിട്ടുള്ള ഒരു സന്യാസി അവിടെ എത്തിച്ചേർന്നു. കാളിദാസനോട് ചോദിച്ചു, അങ്ങ് എന്താ അവിടെ ഒരു വിശേഷമായിട്ടൊരു പ്രാർത്ഥന നടത്തുന്നത് കേട്ടല്ലോ, ചകാര ജഠരായ നമ അല്ലേ, എന്താ അങ്ങ് ഉദ്ദേശിച്ചതാണ്? കാളിദാസൻ പറഞ്ഞു, വ്യാസന് ചകാരം മാത്രമേ ദഹിക്കൂ
അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം എന്താ, ആ മഹാഭാരതം മുഴുവൻ അദ്ദേഹം ചകാരം കൊണ്ട് നിറച്ചിരിക്കുന്നതാണ്. അല്ലേ? എത്രയാ ചകാരം! അവസരത്തിലും അനവസരത്തിലും അദ്ദേഹം ചകാരം കൊണ്ട് നിറച്ചു എന്നാണ്. ഇതൊക്കെ കേട്ട് ഈ വൃദ്ധൻ ചോദിച്ചു, ഇത്രയൊക്കെ കേമായിട്ട് അദ്ദേഹത്തെ വിമർശിക്കാൻ മാത്രം അങ്ങ് ആരാ? എന്നെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഞാൻ കാളിദാസൻ കവിയാണ്. ഓ, അങ്ങ് കാളിദാസ കവിയാണല്ലേ? എനിക്കൊരു സംശയമുണ്ട്. അല്ലേ? എന്താ സംശയം? ചോദിച്ചോളൂ. ഞാൻ ഒരുപാട് കാലമായി ഒരു സമസ്യ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. അതൊന്ന് അങ്ങ് പൂരിപ്പിച്ചു തരാമോ എന്നാണ്. ഓ, പറഞ്ഞോളൂ, ഞാൻ നോക്കാം. ത്രിതയസ്തൃഷു എന്നാണ് ആ സമസ്യ. അത് പൂരിപ്പിച്ചു തരണം എന്നാണ്. കാളിദാസൻ വാഗ്ദേവതയൊക്കെ മനസ്സിൽ പ്രാർത്ഥിച്ച് അദ്ദേഹം ആ സമസ്യ പൂരിപ്പിച്ചു എന്നാണ്. പതിയുപ്രവരതാജ്യേഷ്ഠേ പതിദേവരതാനുജേ ഇതരേഷു ച പാഞ്ചാല്യാ ത്രിതയസ്തൃഷു. അതായത് സഹോദരങ്ങളായിട്ടുള്ള 5 ഭർത്താക്കന്മാരിൽ പാഞ്ചാലി, 5 ഭർത്താക്കന്മാരാണല്ലോ പഞ്ചപാണ്ഡവർ, അല്ലേ? ഒരേ സമയത്ത് ഓരോ നിലകളിലായിരുന്നു അവരുമായിട്ട് ബന്ധം പുലർത്തിയിരുന്നത്, അവരെ സങ്കല്പിച്ചിരുന്നത് എന്നാണ്. മൂത്താളാണ് ആര്? പാണ്ഡവരിലാരാ മൂത്താള്? പ്രയാസാണേ, അല്ലേ? ധർമ്മപുത്രര് യുധിഷ്ഠിരര്. ആ യുധിഷ്ഠിരരെ ഒരേ സമയത്ത് ഭർത്താവായിട്ടും ഭർത്താവിൻ്റെ ജ്യേഷ്ഠനായിട്ടും സങ്കല്പിച്ചു. എല്ലാവരും ഭർത്താക്കന്മാരാണല്ലോ. അപ്പോൾ ഭീമസേനൻ്റെ ജ്യേഷ്ഠനാണ്, അർജുനൻ്റെ ജ്യേഷ്ഠനാണ്, സഹദേവൻ്റെ ജ്യേഷ്ഠനാണ്, നകുലിൻ്റെ ജ്യേഷ്ഠനാണ്, അല്ലേ? ഭർത്താവായിട്ടും ഭർത്താവിൻ്റെ ജ്യേഷ്ഠനായിട്ടും സങ്കല്പിച്ചു എന്നാണ്. അതുപോലെ ഇളയ ഭർത്താവായിട്ടുള്ള സഹദേവനെ ഭർത്താവായിട്ടും ഭർത്താവിൻ്റെ അനുജനായിട്ടും, അല്ലേ, സങ്കല്പിച്ചു എന്നാണ്. ഇവർ രണ്ടുപേരെയും 2 ഭാവത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ ഭീമസേനൻ, അതുപോലെ അർജുനൻ, നകുലൻ എന്നീ 3 പേരെ ഭർത്താവ്, ജ്യേഷ്ഠൻ, അനുജൻ, അല്ലേ, എന്നീ 3 ഭാവങ്ങളിൽ കാണുന്നു. ഇതിൻ്റെ അർത്ഥം പറഞ്ഞു. ത്രിതയസ്തൃഷു, അല്ലേ? അങ്ങനെയാണ്. ഏതായാലും ഇതൊക്കെ കേട്ടു, കേമായിട്ടുണ്ട്, സമസ്യാപൂരണമൊക്കെ കേമായിട്ടുണ്ട്. പക്ഷേ അങ്ങ് ഇവിടെ ചകാരം ഉപയോഗിച്ചല്ലോ. ഇതരേഷു ച പാഞ്ചാല്യാഹ, അല്ലേ? അത് മാറ്റി ഇതരേഷുപി പാഞ്ചാല്യാഹ എന്നാക്കായിരുന്നല്ലോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് കാളിദാസനും ചിന്തിച്ചത്, ശരിയാണ്, അല്ലേ? ഇങ്ങനെ കേവലം ഒരു സമസ്യ പൂരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ചകാരം ഉപയോഗിച്ചു. അപ്പോൾ ഇത്രയ്ക്ക് 1.25 ലക്ഷത്തോളം, അല്ലേ, ശ്ലോകങ്ങളിലൂടെ ധർമ്മത്തെക്കുറിച്ചും അധർമ്മത്തെക്കുറിച്ചൊക്കെ വിസ്തരിക്കുമ്പോൾ ചകാരം ഉപയോഗിച്ചു എന്ന കുറ്റത്തിന് ഞാൻ ആ വ്യാസനെ ആ നിലയ്ക്ക് കണ്ടത് ശരിയായില്ല. ഏതായാലും വ്യാസഭഗവാനാണ് ഇവിടെ തന്നെ അനുഗ്രഹിക്കുവാൻ, തൻ്റെ അഹങ്കാരം ശമിപ്പിച്ച് അനുഗ്രഹിക്കുവാൻ വന്നത് എന്ന് പൂർണ്ണ ബുദ്ധിയായി കാളിദാസൻ അദ്ദേഹത്തെ നമസ്കരിക്കുന്നതായ രംഗം. അവിടെയും അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം തിരിച്ചറിയുവാൻ വേണ്ടി അവിടെ സാധിച്ചു. ഏതായാലും ഇവിടെ സത്യവ്രതന് ഭഗവാനെ തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചു എന്നാണ് ഭഗവാൻ പറഞ്ഞു. സത്യവ്രത സപ്തമേ അത്യതനാനൂർധ്വമഹന്യേതരിന്ദമ നിമംക്ഷത്യപ്യാംബോധോ ത്രൈലോക്യം ഭൂർഭുവാധികം. ഞാൻ മത്സ്യാകൃതി സ്വീകരിച്ച് അവതരിച്ചത് എന്തിനാണെന്ന് പറയാം. ഇന്നു മുതൽ 7 നാൾക്കകം 3 ലോകവും പ്രളയത്തിലാണ്ട് പോകും. ആ സമയത്ത് എൻ്റെ നിശ്ചയമനുസരിച്ച് ഒരു നൗക, ഒരു വഞ്ചി ഇവിടെ എത്തിച്ചേരും. അതിൽ എൻ്റേതായ ആൾക്കാരും ഉണ്ടാകും കേട്ടോ, സപ്തർഷികളും ഉണ്ടാകും, അല്ലേ? ആ സമയത്ത് സൂര്യപ്രകാശം ഉണ്ടാകില്ലെങ്കിലും ആ സപ്തർഷികളുടെ തേജോമയമായിട്ടുള്ള അവസ്ഥയിൽ അന്ധകാരം മൂലമുണ്ടാകുന്ന വൈഷമ്യം അങ്ങേക്ക് അനുഭവപ്പെടേണ്ടി വരില്ല. അങ്ങ് ആ സമയത്ത് സകല ഔഷധികളെയും അതുപോലെ പലതരത്തിലുള്ള വിത്തുകളെയും ഒക്കെ ശേഖരിച്ച് ആ നൗകയിൽ കയറിക്കോളൂ. കൊടുങ്കാറ്റിലുള്ള ഉലയുന്നതായിട്ടുള്ള ആ നൗകയെ എൻ്റെ ആ കൊമ്പിലേക്ക് വാസുകിയെ കയറാക്കി ബന്ധിക്കണം. അത്രയുമായാൽ ബ്രഹ്മദേവൻ്റെ രാത്രി കഴിയും വരെ ഞാൻ ആ പ്രളയജലത്തിൽ നൗകയെ വലിച്ചുകൊണ്ട് സഞ്ചരിക്കും. ഇനി എന്നെക്കുറിച്ച് അറിയാൻ എന്തെങ്കിലും അങ്ങേക്ക് സംശയം ഉണ്ടെങ്കിൽ
അങ്ങ് ആ സമയത്ത് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം. ഭഗവാൻ ഇത്രയും പറഞ്ഞ് അന്തർധാനം ചെയ്യുന്നതായ രംഗം. ആ ഭഗവാൻ പറഞ്ഞ ആ 7 നാൾ കഴിഞ്ഞു. ഭീകരമായിട്ടുള്ള പേമാരി തന്നെ പെയ്തിറങ്ങിയെന്നാണ്. ഭൂമി മുഴുവൻ വെള്ളത്തിലാണ്ട് പോകുന്നതായിട്ടുള്ള അവസ്ഥ. ഭഗവാനെ തന്നെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ആ സത്യവ്രതൻ്റെ സമീപത്തേക്ക് ഭഗവാന്റെ നിശ്ചയമെന്നോണം ആ നൗക എത്തിച്ചേർന്നു. അതിലാരുണ്ട്? സപ്തർഷികളുണ്ട്. ഓഷധികളും വിത്തുകളും ഒക്കെ എടുത്ത് സത്യവ്രതൻ ആ നൗകയിലേക്ക് കയറി. കാറ്റിലും കോളിലും പെട്ട് ആ നൗക ആ പ്രളയപയോധിയിൽ അടി ഉലയുന്നതായിട്ടുള്ള സമയം സപ്തർഷികൾ ചോദിച്ചു, സത്യവ്രത എന്താ അങ്ങയുടെ മുഖം വല്ലാതിരിക്കുന്നല്ലോ, ഭയമുണ്ടോ അങ്ങക്ക്? രാജൻ ധ്യായസ്വ കേശവം, അല്ലേ? ആ ഭഗവാനെ അങ്ങ് ധ്യാനിക്കുമോ? അങ്ങക്ക് ഭയത്തിൽ നിന്ന് മുക്തനാക്കുവാൻ വേണ്ടി സാധിക്കുന്ന. വാസ്തവത്തിൽ നമ്മുടെയൊക്കെയുള്ള ഉപദേശം, അല്ലേ? ഭയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ തന്നെ ചില ആൾക്കാരുടെ ഭയം ഈ പ്രഭാഷണം കുറേ നീണ്ടുപോകുമോ ഉള്ളതാ. അപ്പോൾ ഭയത്തിൽ നിന്നൊക്കെ മുക്തനാകുവാൻ വേണ്ടിയിട്ട് നമ്മൾ വീതഭയനായിട്ടുള്ള ഭഗവാനെ സമാശ്രയിക്കുക മാത്രമാണ് പോംവഴിയുന്ന. ആരാ വീതഭയൻ? വിദ്വത്തമോ വീതഭയ പുണ്യശ്രവണ കീർത്തന, ഇതൊക്കെ ചൊല്ലാറുണ്ട് നമ്മൾ. വീതഭയനായിട്ടുള്ള ഭഗവാനെ സമാശ്രയിക്കുകയാണ് വേണ്ടത്. ഭവജലധികതാനാം ദ്വന്ദ്വവാതാഹതാനാം സുതദുഹിത കളത്രത്രാണഭാരാർദിതാനാം വിഷമവിഷയതോ യേ മജ്ജതാമപ്ലവാനാം ഭവതി ശരണമേകോ വിഷ്ണുബോധോ നരാണാം, അല്ലേ? ഭവജലധിയിൽ മുങ്ങിയ ദ്വന്ദ്വവാദത്തിലാടി ഭവനഭരണ ഭാരക്ലേശ വിക്ഷുബ്ധരായി വിവിധ വിഷയലോഭത്തിൻ ഗയത്തിൽ പെടുന്നോർക്കവനമരുളുമൊറ്റ പോതമീ വിഷ്ണുപാദം. ആ ഭഗവത് പദാരവിന്ദങ്ങളല്ലാതെ മറ്റു യാതൊന്നും നമുക്ക് ആശ്രയിക്കുവാൻ തക്കവണ്ണം യോഗ്യത ഉള്ളതായിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ ഭഗവാന്റെ ദർശന സൗഭാഗ്യം കിട്ടിയതായിട്ടുള്ള ആ സത്യവ്രതൻ ഭഗവാനെ സ്തുതിക്കുന്നതായ രംഗം. അനാദി അവിദ്യോപഹതാത്മസംവിധസ്തന്മൂല സംസാര പരിശ്രമാതുരാ യദൃച്ഛേഹോപസൃതാ യമാപ്നുർവിമുക്തിദോ ന പരമോ ഗുരുർഭവാൻ. ഭഗവാനെ അനാദിയായിട്ടുള്ള അവിദ്യയുടെ ബാധ നിമിത്തം ആത്മസ്വരൂപ ബോധം നഷ്ടപ്പെട്ട നമ്മൾ എന്നാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. ഇതൊക്കെ വാസ്തവത്തിൽ നമ്മയൊക്കെ ബാധിക്കുന്ന പ്രാർത്ഥനയാണ്, അല്ലേ? അവിദ്യയുടെ പിടിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവരാണ് നാം ഓരോരുത്തരും. നമ്മയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ബ്രഹ്മദേവൻ സൃഷ്ടിച്ചത് അറിവില്ലായ്മയാണ് എന്നാണ്. തമസ്, മോഹം, മഹാമോഹം, താമിശ്രം, അന്ധതാമിശ്രം മുതലായിട്ടുള്ള വൃത്തിഭേദങ്ങളോടുകൂടിയതായ ആ അറിവില്ലായ്മയിൽപ്പെട്ട് നട്ടം തിരിയുകയാണ് നമ്മളൊക്കെ തന്നെ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കരകയറുവാൻ വേണ്ടിയിട്ട്, അല്ലേ? ഈ അജ്ഞാന അന്ധകാരത്തിൽ നിന്നൊക്കെ മുക്തരാകുവാൻ വേണ്ടിയിട്ട് നമ്മൾ വാസ്തവത്തിൽ പ്രാപിക്കേണ്ടത് ആ ഭഗവാനെ തന്നെയാണ്. ആ ഭഗവാനെ ഗുരുനാഥനായിട്ട് കണ്ട് ആ ഭഗവാന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുകയാണ് നമുക്ക് ഈ അജ്ഞാന അന്ധകാരത്തിൽ നിന്നും മുക്തനാകുവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴിയാണ്. യദൃച്ഛയായ ഉപസൃതായം ആപ്നുയൂന, യാദൃച്ഛികമായിട്ട്, അല്ലേ? ഭാഗ്യവശാൽ ഇതാ നമുക്കൊക്കെ ഭഗവാനെ ശരണം പ്രാപിക്കുവാൻ വേണ്ടി സാധിച്ചു. മുക്തിപ്രദനായിട്ടുള്ള അങ്ങ് ഭഗവാനെ പരമഗുരുവാകുന്ന കർണധാരനായിട്ട് തീരണേ എന്നാണ് ഇവിടെ പ്രാർത്ഥന. അപ്പോൾ നമ്മുടെ സകലതരത്തിലുള്ള അഹങ്കാരഗ്രന്ഥിയെയും അങ്ങ് നശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചു സത്യവ്രതൻ. ലോകഗുരുനാഥനായിട്ടുള്ള ഭഗവാനെ തന്നെ ഇവിടെ ഗുരുനാഥനായി കണ്ട് ഗുരുനാഥനായിട്ട് വരിച്ച്
പ്രാർത്ഥിക്കുകയാണ് സത്യവ്രതൻ. വാസ്തവത്തിൽ അങ്ങനെ വേണമെന്നാണ്. എങ്ങനെയായിരിക്കണം ഗുരുനാഥനെ സമീപിക്കേണ്ടത്? തൻ്റെ കേമത്വം വേണമെങ്കിൽ കണ്ടോളൂ എന്നുള്ള മട്ടിലാണോ? അല്ല. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാന്നൊക്കെയാണ്. പ്രപന്നമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് വേണം ഗുരുനാഥനെ സമീപിക്കുവാൻ വേണ്ടിയിട്ട്. അങ്ങ് ഗുരുനാഥനാണ്, ഞാനിതാ ശിഷ്യനാണ് അല്ലേ എന്നുള്ള ഭാവത്തിൽ എനിക്ക് ആശ്രയമായിട്ട് മറ്റൊന്നും ലോകത്തിലില്ല ഭഗവാനെ, അതുകൊണ്ട് വിമലമായിട്ടുള്ള അറിവ് പകർന്നു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമീപിക്കണം എന്നാണ്. ആ സമയത്താണ് ഭഗവത് അനുഗ്രഹം നമ്മിലേക്ക് എത്തിച്ചേരുക അല്ലേ. ലോക ഗുരുനാഥന്മാർ മുഴുവൻ അങ്ങനെയാണ്. നാപൃഷ്ട കസ്യജിത് ബ്രൂയാത് എന്ന് വെച്ചാൽ അന്യായേന പൃച്ഛത എന്നാണ്. ചോദിക്കപ്പെടാതെ ഒന്നും പറയില്ല അവർ അല്ലേ. അപ്പോൾ അർജുനനെ ഭഗവാൻ അനുഗ്രഹിച്ചു, ഗീതോപദേശം നൽകി അനുഗ്രഹിച്ചു. വാസ്തവത്തിൽ അർജുനനെ മാത്രമല്ല, നമ്മൊക്കെയാണ് അല്ലേ. അർജുനൻ നിമിത്തീകൃത്യ സർവ്വലോകാനുഗ്രഹാർത്ഥം ഭഗവാൻ വാസുദേവാഹ, അങ്ങനെയാണ് ആദിശങ്കരാചാര്യ ഭഗവത്പാദർ പറയുന്നത്. സർവ്വലോകരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. എപ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹം ഭഗവാൻ വർഷിച്ചത് അർജുനനിലേക്ക്? കാർപ്പണ്യദോഷോപഗത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാൻ ത്വാം പ്രപന്നം അല്ലേ. ഭഗവാനെ, ഞാനിതാ ശിഷ്യനായിട്ട് അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നു, രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ശാസിതം യോഗ്യ ഇത് ശിഷ്യ അല്ലേ. ഞാനിതാ ശാസിക്കപ്പെടാൻ യോഗ്യനാണ് ഭഗവാനെ, അങ്ങ് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഭഗവാൻ അനുഗ്രഹിച്ചു എന്നാണ്. അങ്ങനെ ഗുരുനാഥനിൽ അത്യന്ത ഭക്തിയോടുകൂടിയിട്ട് നമ്മൾ ഗുരുനാഥനെ സമീപിക്കുകയാണെങ്കിൽ യഥാ ദേവേ പരാഭക്തിരസ്തി തഥൈവ സദ്ഗുരോപി പരാഭക്തി യസ്യ അസ്തി താദൃശ്യസ്യ മഹാത്മനഃ ജിജ്ഞാസോഹോ നിർമ്മലാന്തകരണേ വേദവേദാന്ത പ്രകാശിതാഃ സർവേപി അർത്ഥാഃ പ്രകാശന്തെ എന്നാണ്. എത്രത്തോളം ഭക്തി നമുക്ക് ഭഗവാനിലുണ്ടോ അത്രത്തോളം ഭക്തി നമുക്ക് ഗുരുനാഥനിലും ഉണ്ടെങ്കിൽ ഒരു ക്ലോസ് ഉണ്ട്. എല്ലാ വിമലമായിട്ടുള്ള അറിവുകളും വേദവേദാന്തങ്ങളും മുഴുവൻ നമ്മിലേക്ക് എത്തിച്ചേരുന്നത്. ഏതായാലും ഇവിടെ ആ ഗുരുനാഥനായിട്ട് കണ്ട് ആ ഭഗവാനെ ആശ്രയിച്ചു സത്യവ്രതൻ എന്നുള്ളതാണ്. അദ്ദേഹത്തെ അനുഗ്രഹിച്ചു ഭഗവാൻ. നിരവധിയായിട്ടുള്ള ഉപദേശ രത്നങ്ങളൊക്കെ അവിടെ നൽകി. സകലതരത്തിലുള്ള ദുഃഖങ്ങളെയും അതിജീവിക്കുവാനുള്ള മാർഗങ്ങളൊക്കെ ഭഗവാൻ അവിടെ ഉപദേശിച്ചു. സത്യവ്രതൻ്റെ സ്തുതിയൊക്കെ കേട്ട് ഭഗവാൻ തൻ്റെ തത്വമൊക്കെ ഉപദേശിച്ച് കഴിഞ്ഞതിന് ശേഷം ഹയഗ്രീവൻ എന്ന ആ അസുരനെ വധിച്ച് വേദം വീണ്ടെടുത്ത് പ്രളയശേഷം അത് ബ്രഹ്മദേവനിൽ തന്നെ ഭഗവാൻ നിക്ഷിപ്തമാക്കുന്നതായിട്ടുള്ള ആ രംഗം ഇവിടെ വർണ്ണിച്ചു. വേദത്തെ ഉദ്ധരിക്കലായിരുന്നു മത്സ്യാവതാരത്തിൻ്റെ പ്രധാന ലക്ഷ്യം. വേദസംസ്കാരം ക്ഷീണിച്ചു വരുന്നതായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരും വേദ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങണമെന്നാണ്, വേദസംരക്ഷകരാകണമെന്നാണ്. വേദം ഉദ്ധരിച്ചാൽ മാത്രമേ നമുക്ക് ഈ ജഗത്തിനെ ഉദ്ധരിക്കുവാൻ വേണ്ടി സാധിക്കൂ. വേദാനുദ്ധരതേ ജഗന്നിവഹതേ അല്ലേ. വേദമാണ് അടിസ്ഥാനം. ഇവിടെ വേദത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയ അസുരനെ വധിച്ച് ഭഗവാൻ വിഷ്ണു വേദത്തെ വീണ്ടെടുത്തു. സത്യവ്രതൻ എന്ന രാജർഷി കൃതമാല നദിയിൽ തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ കൈക്കുമ്പിളിലേക്ക് ചെറിയ ഒരു മത്സ്യം എത്തിച്ചേരുന്നത് അല്ലേ. വാസ്തവത്തിൽ അത്രയും വലിയ ജലാശയത്തിൽ മാത്രം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിധത്തിലുള്ള ആ മത്സ്യം അതാണ്. അതിനെ തൻ്റെ കമണ്ടിലൂരിലൊക്കെ കൊണ്ടുപോയിരുന്നു അല്ലേ. പിന്നീട് വീണ്ടും ആ വലിയ ജലാശയത്തിലേക്ക് തന്നെ തൻ്റെ യോഗപ്രഭാവത്തിൽ എത്തിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. പിന്നീട് ആ മത്സ്യമൂർത്തിയെ ഈശ്വരബുദ്ധിയാ ആ സത്യവ്രതൻ സ്തുതിച്ചപ്പോൾ തൻ്റെ തത്വങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. ആ പ്രളയം അടുത്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട്
ആ ഭഗവാൻ പറഞ്ഞതായിട്ടുള്ള ആ സമയത്ത് ഭഗവാൻ പറഞ്ഞതുപോലെ ആ നൗകയിൽ സപ്തർഷികളെത്തി. അദ്ദേഹത്തിൻ്റെ ആ ഒറ്റത്തേറ്റയിലേക്ക് ഈ നൗകയെ ചേർത്ത് ബന്ധിച്ചു. ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ഇതാണ് ആ മത്സ്യാവതാര ചരിത്രത്തിൻ്റെ ചുരുക്കം. ഇതിൽ ഒരുപാട് ഉപദേശങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഇവിടെ ജലതർപ്പണമായിരുന്നു അദ്ദേഹത്തിൻ്റെ കർമ്മം. വെള്ളം കർമ്മത്തിൻ്റെ സൂചകമാണ്. അർഘ്യത്തിന് വേണ്ടി എടുത്തതായിട്ടുള്ള വെള്ളം അല്ലേ, അർഘ്യ ആകുന്നതായിട്ടുള്ള ആ വെള്ളത്തെ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെ പ്രത്യക്ഷ ദൈവമായിട്ടുള്ള ആ സൂര്യനാരായണമൂർത്തിയിൽ അർപ്പിക്കലാണ് ഈ ജലതർപ്പണം എന്ന ആ സന്ധ്യാവന്ദനം. അങ്ങനെയുള്ള ആ വെള്ളത്തിൽ ചെറിയ മത്സ്യമായി ഭഗവാൻ ദർശന സൗഭാഗ്യം നൽകി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കർമ്മങ്ങളിലും നമ്മുടെ അന്തര്യാമിയായിട്ടുള്ള ഭഗവാന്റെ ആ ദർശനലേശം ഉണ്ടാക്കുന്ന ചെറിയ തോതിലെങ്കിലും. ഈ വലിയ ജലാശയം എന്ന് വെച്ചാൽ അത് ഈ സഗുണപ്രപഞ്ചം തന്നെയാണ്. ഈ കർമ്മങ്ങളിലൊക്കെ സൂചിതമായിരിക്കുന്ന ഈ അന്തര്യാമി സാന്നിധ്യത്തെ ക്രമേണ പ്രപഞ്ചത്തിൽ മുഴുവൻ സത്യവ്രതനാണെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. എന്താ ഈ സത്യവ്രത ശബ്ദത്തിൻ്റെ അർത്ഥം? സത്യേഷു വ്രതം യസ്യ സഹ അല്ലേ, സത്യത്തിൽ വ്രതമുള്ളവൻ അല്ലേ. പരമമായിട്ടുള്ള സത്യത്തെയാണ് ധ്യാനിക്കുവാൻ ഭാഗവതം ആഹ്വാനം ചെയ്യുന്നത് അല്ലേ. അങ്ങനെയുള്ള ആ സത്യ തൽപരനായി കഴിഞ്ഞാൽ, സത്യവ്രതനായി കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രഹ്മസാക്ഷാത്കാരം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. എന്താണ് ഈ സത്യം എന്ന് വെച്ചാൽ? സത് യത് തത് സത്യം അല്ലേ, സത് യത് തത് സത്യം. ഉണ്മ എന്താണോ അതാണോ സത്യം. തൈത്തിരീയോപനിഷത്തിൽ വ്യാഖ്യാനിക്കുന്ന അവസരത്തിൽ ആദിശങ്കരാചാര്യ ഭഗവത്പാദർ പറഞ്ഞു, യദ്രൂപേണ അഭിശ്ചിത്തം തദ്രൂപം ന വ്യഭചരതി തത്സത്യം അല്ലേ. ഇന്ന് കാണുന്ന ആ രൂപത്തിൽ തന്നെ അല്ലെങ്കിൽ ഭാവത്തിൽ തന്നെ ഏത് കാലത്തും കാണുന്നുണ്ടെങ്കിൽ അതാണ് സത്യം. അതിന് യാതൊരു തരത്തിലുള്ള മാറ്റമോ നാശമോ ഉണ്ടാകില്ല എന്നുള്ളത്. അതാണ് ഈ സത്യം. ഏകം ബ്രഹ്മൈവ അദ്വിതീയം സമസ്തം സത്യം സത്യം നേതരഞ്ജാസ്തി കിഞ്ചിത്. ഭഗവാനാണ് വാസ്തവത്തിൽ സത്യവസ്തു അല്ലേ. അതുകൊണ്ടാണ് സത്യം ചമേ ശ്രദ്ധാചമേ എന്നൊക്കെ യജുർവേദത്തിലൊക്കെ പറയുന്നത്. എനിക്ക് സത്യത്തിൽ നിഷ്ഠയുണ്ടാകട്ടെ, പിന്നെയോ ശ്രദ്ധയിലും നിഷ്ഠയുണ്ടാകട്ടെ അല്ലേ. ആ പരമമായ സത്യത്തെ ധ്യാനിക്കുവാൻ ആഹ്വാനം നൽകുന്ന ഈ ഭാഗവതത്തിൽ സത്യവ്രതൻ്റെ ചരിതം ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കില്ലല്ലോ അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതീയമായിട്ടുള്ള ചിന്താപദ്ധതികളിലൊക്കെ തന്നെ സത്യത്തിന് ഒരുപാട് പ്രാധാന്യമാണ്. നമുക്കൊരു മുദ്രാവാക്യമുണ്ട് അല്ലേ. എന്താ മുദ്രാവാക്യം? നമ്മുടെ സത്യമേവ ജയതേ അല്ലേ, മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത സ്വീകരിച്ചതായ വാക്യമാണ്. സത്യമേവ ജയതേ നാനൃതം സത്യേന പന്ഥാ വിത്തോ ദേവയാനഃ ഏന അക്രമന്ത്യ ഋഷിയോ ഹി ആപ്തകാമ എത്ര സത്യസ്യ പരമം നിധാനം അല്ലേ. അപ്പോൾ നമ്മുടെ ചിന്താപദ്ധതികളിലൊക്കെ തന്നെ സത്യത്തിന് പരമപ്രാധാന്യമാണ്. അപ്പോൾ നമ്മളൊക്കെ തന്നെ സത്യവ്രതന്മാരായി തീരുക അല്ലേ. ഇവിടെ ഈ ഭഗവാൻ നിശ്ചയിച്ചതായിട്ടുള്ള ആ നൗകയിൽ വഞ്ചിയിൽ സപ്തർഷികളെത്തിയെന്ന് പറഞ്ഞു. അവിടെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും, അങ്ങനെയാണ് സപ്തർഷികളെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. പിന്നെ ഈ വഞ്ചി എന്ന് വെച്ചാൽ എന്താ? ഈ ദുരിതക്കയൽ തരണം ചെയ്യുവാനുള്ള ഒരു ഉപകരണം അല്ലേ. അങ്ങനെയാണ്. ഏതായാലും അങ്ങനെ തീവ്ര ഭക്തിയോടുകൂടിയിട്ട് തന്നെ സ്തുതിച്ചതായിട്ടുള്ള
സത്യവ്രതനെ അദ്ദേഹത്തിൻ്റെ പരമമായിട്ടുള്ള ഭക്തിയൊക്കെ കണ്ട് അദ്ദേഹത്തെ മനുവാക്കി നിശ്ചയിച്ചു ഭഗവാൻ എന്നുള്ളതാണ്, അല്ലേ? എന്തൊക്കെയാണ് സദ്ധർമ്മം എന്ന് ലോകത്തെ മുഴുവൻ ഉപദേശിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ വിചാര രീതികളെ മുഴുവൻ നിയന്ത്രിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു അധികാര പദവിയിലേക്ക് സത്യവ്രതനെ ഭഗവാൻ നിശ്ചയിച്ചു എന്നാണ്. സത്യവ്രതന്മാരാണ് ലോകത്തെ നിയന്ത്രിക്കേണ്ടത്. അസത്യവാദികളാണോ? അല്ല. പിന്നെ ഈ കൃതമാല എന്ന നദിയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ തർപ്പണം, സന്ധ്യാവന്ദനം ഒക്കെ, അല്ലേ? ഇത് വാസ്തവത്തിൽ ഈ സംസാരത്തിൻ്റെ വൃത്താകാര സ്ഥിതിയെ സൂചിപ്പിക്കുന്നതാണ്. കൃതം എന്ന് വെച്ചാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതായിട്ടുള്ള കർമ്മകോലാഹലങ്ങളുടെ ഒരു ബന്ധനത്തിലാണ് നമ്മളൊക്കെ ഉണ്ടാക്കുന്നത്. അഹങ്കാരം നിമിത്തം അവനവൻ ഉണ്ടാക്കി തീർക്കുന്നതാണ് ഈ ലോകം എന്നുള്ളതിനെ കൃതമാല ശബ്ദം സൂചിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഈ ലോകത്തിൽ സത്യവ്രതനായി തീർന്നാൽ ആ സത്യവ്രതന് ഉത്ഗതിയും അദ്ദേഹത്തിൻ്റെ ധർമാനുഷ്ഠാനത്താൽ മറ്റുള്ളവർക്ക് കൂടി ഉത്ഗതിയും, അല്ലേ, ശ്രേയോമാർഗവും ഉണ്ടാകുമെന്നുള്ളതാണ് മത്സ്യാവതാര ചരിത്രത്തിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള അർത്ഥതലം. ഏതായാലും ഈ പ്രളയപയോധിയിലെ ശക്തി ഉറങ്ങിയതായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ തിരുമുഖത്തു നിന്ന് പുറപ്പെട്ട ആ വേദദേവതകളെ അപഹരിച്ച ഹയഗ്രീവൻ എന്ന ആ അസുരനെ വധിച്ച് യാതൊരു ഭഗവാൻ ആ വേദത്തെ വീണ്ടെടുത്തുവോ, ആ ഭഗവാനെ നമിച്ചുകൊണ്ടാണ് ഇവിടെ ആ രംഗം സമർപ്പിക്കുന്നത്. പ്രളയഭയസിധാതു സുപ്തശക്തേർമുഖേഭ്യ ശ്രുതിഗണമപനീതം പ്രത്യുപാദത്തദഹത്വാ ദിതിജമകഥയദ്യോ ബ്രഹ്മസത്യവ്രതാനാം തമഹമഖിലഹേതും ജിമമീനം നതോസ്മി. മത്സ്യാവതാര ചരിതം ഇവിടെ വള്ളിയൂർ അപ്പൻ്റെ പദങ്ങളിൽ, ഗുരുവായൂരപ്പൻ്റെ പദങ്ങളിൽ, ഗുരു കാരണവന്മാരുടെ പദങ്ങളിൽ സമർപ്പിക്കുന്നു. ആസ്താമന്യതിഹാർത്ഥശബ്ദപടലീം തച്ചിന്തനാദിക്രിയാം ശബ്ദവ്യാഹൃതജന്യപുണ്യനിവഹം പാപം ച വാഗ്ദോഷജം സർവം തത്പ്രജുഹോമി നന്ദതനയേ മന്ദസ്മിതാർദ്രാനനേ പൂർണ്ണബ്രഹ്മണി തൂർണമേഷ കരുണാസിന്ധുർമയി പ്രിയതാം ജ്ഞാതജ്ഞേയരുമുള്ളലിഞ്ഞു നിയതം പാടി സുഖിക്കുന്നതായി ശ്രോത്രം ഹൃത്തളിരെന്നിവയ്ക്കു പുളകം വീശുന്ന പുന്തന്നലായി സംസാരാമയമാരണത്തിനു മരുന്നാകുന്ന വൃന്ദാവന പൊൻകുഞ്ഞിൻ കഥ നൽകിടട്ടെ നിതരാം നമ്മൾക്കു സന്മംഗളം. വൃന്ദാവന പൊൻകുഞ്ഞിൻ കഥ നൽകിടട്ടെ നിതരാം നമ്മൾക്കു സന്മംഗളം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത സത്രവേദിയിൽ നമ്മെ അനുഗ്രഹിച്ച ബ്രഹ്മശ്രീ വട്ടപ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന മഹാത്മാവിന് മള്ളിയൂരിൻ്റെ ആദരവ് ഭാഗവത കഥാഗോകുലം ബ്രഹ്മശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി ഇപ്പോൾ നൽകുന്നു. ആദരവേറ്റുവാങ്ങുവാൻ ബ്രഹ്മശ്രീ വട്ടപ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.